പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്. നമുക്ക് ആദ്യം പെറ്റൽസിനായിട്ട് ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാജിക് റിംഗ് ആണ്. നമ്മുടെ ലാസ്റ്റ് ആ 2 ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. അതിങ്ങനെ ക്രോസ് ആ രീതിയിൽ തന്നെ വയ്ക്കുക. then ആ ലോങ് ടൈലും അതേ കണക്കൊന്ന് പിടിക്കുക. അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ കാണുന്ന യാണിനെ അകത്തോട്ടെടുക്കാം. ദെൻ ഈ ഒരു ലൂപ്പിൻ്റെ അകത്ത് കൂടെ അതിനെ പുൾ ത്രൂ ചെയ്യാം. ഇതാണ് നമ്മുടെ മാജിക് റിംഗ് എന്ന് പറയുന്നത്. അതിന് ആ ചെറിയൊരു ടേലൻറ്റ് പിടിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മാജിക് റിംഗ് ചെറുതാക്കാൻ വേണ്ടിയും വലുതാക്കാൻ വേണ്ടിയും പറ്റും. നമ്മുടെ ഒരു ഫിംഗർ വെച്ചിട്ട് വർക്കിംഗ് യാണിനൊന്ന് പിടിക്കുക. ദെൻ നമ്മുടെ തം ഫിംഗറും മിഡിൽ ഫിംഗറും യൂസ് ചെയ്തിട്ട് ആ യാണിൻ്റെ നടുക്കൊന്ന് പിടിക്കുക. ദെൻ നമ്മുടെ സർക്കിളും കൂടെ ഇതാക്കിയിട്ട് ഇതിൽ നമ്മൾ 10 സിംഗിൾ ക്രോഷറ്റ് ആണ് ഈ മാജിക് റിംഗിന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ നമ്മുടെ ആ ടെയിലും കൂടെ അതിൻ്റെ അകത്തോട്ട് വയ്ക്കുക. എന്നിട്ടാണ് നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഹുക്കിൽ 2 യാണുണ്ടായിരിക്കും, മീൻസ് 2 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ ചെയ്യുക. ദെൻ ഈ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷറ്റ് ആണ്. നമ്മൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സേഫ്റ്റി പിൻസ് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. നമ്മുടെ ഹുക്ക് മാജിക് റിങ്ങിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പായിരിക്കും ഉണ്ടായിരിക്കുന്ന. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ അഗൈൻ ആൻഡ് പുൾ ത്രൂ. 2 ചെയിൻ ഉണ്ടായിരിക്കും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ തേർഡ് സിംഗിൾ ക്രോഷറ്റ് ആണ്. ഇൻസേർട്ട്, യാൺ ഓവർ, 2 ലൂപ്പ് ഉണ്ടായിരിക്കും. യാൺ ഓവർ അഗൈൻ, പുൾ ത്രൂ, 2 ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ഇങ്ങനെ നമുക്ക് 10 സിംഗിൾ ക്രോഷറ്റ് ആണ് വേണ്ടത്. കൗണ്ട് ചെയ്ത് നോക്കുക. ബി എന്ന് പറയുന്നത് 1 ചെയിനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അത് നോക്കി കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ടു. നമ്മൾ 10 സിംഗിൾ ക്രോഷറ്റ് മേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടെയിലെറ്റിൽ അത് പുള്ള് ചെയ്ത് പിടിക്കുക. ടൈറ്റാക്കി പുള്ള് ചെയ്യുമ്പോഴത്തേക്കും ആ സർക്കിൾ അങ്ങ് ക്ലോസ് ചെയ്യും. ഇനി നമ്മുടെ സ്റ്റിച്ച് മാർക്കറിൻ്റെ ആ ചെയിനിലോട്ട് നമ്മൾ ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ സ്റ്റിച്ച് മാർക്കർ മാറ്റിയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ ഹുക്ക് ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈറ്റ് ആയിരിക്കും. ദെൻ യാൺ ഓവർ ചെയ്യുക, ആ ചെയിൻ കൂടെ പുൾ ത്രൂ ചെയ്യുക. ദെൻ ലെഫ്റ്റ് യാണിനെ റൈറ്റ് യാണിലോട്ട് പുൾ ത്രൂ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇത് മിക്ക ബിഗിനേഴ്സും സ്കിപ്പ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളവിടെ വീണ്ടും ഇതാക്കും. ഇനി നമ്മൾ പെറ്റൽസിന് വേണ്ടി 4 ചെയിനാണ് ഇടാൻ വേണ്ടി പോകുന്നത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയിനിലോട്ട് 3 അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷറ്റാണ് മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് യാൺ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ആ ചെയിനിലോട്ട് മാത്രം പുൾ ത്രൂ ചെയ്യുക.
ഇതിൽ നമ്മുടെ യാൻസ് വന്നിട്ട് അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അത് ഇതാക്കാനായിട്ട് നമ്മൾ കുറച്ച് ആ ലെങ്ത് കൂട്ടാനായിട്ട് ഒന്ന് വലിച്ചങ്ങ് കൊടുക്കുക യാണിന്. അപ്പോൾ ആ ലെങ്ത് ഒന്ന് കറക്റ്റാകും. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെയിം 2 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടി പോവുക. സെയിം സ്റ്റിച്ചിൽ യാൺ ഓവർ, ഇൻസേർട്ട് ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ അഗെയിൻ. ഫസ്റ്റ് 2 ചെയിനിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, സെയിം ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ. ലെങ്ത് ഇതാക്കാനായിട്ട് മറക്കരുത്. യാൺ ഓവർ ആൻഡ് ഫസ്റ്റ് 2 ചെയിനിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇനി നമ്മൾ അതിൻ്റെ നെക്സ്റ്റ് ചെയിനിലാണ് 3 അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യാൺ ഓവർ, ഇൻസേർട്ട് ചെയ്യുക, പുൾ ത്രൂ, ആ ലെങ്ത് ഒന്ന് കറക്റ്റാക്കുക. യാൺ ഓവർ അഗെയിൻ ആൻഡ് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, സെയിം ചെയിനിൽ വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ അഗെയിൻ. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. മീൻസ് ഡബിൾ ക്രോഷറ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷറ്റാണ് ചെയ്യുന്നത്. മീൻസ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ്. യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്യുക. ഇനി യാൺ ഓവർ ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ ലൂപ്സിൽ കൂടെയും പുൾ ത്രൂ ചെയ്യണം. ദെൻ വീണ്ടും നമ്മൾ 4 ചെയിൻസാണ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, സെക്കൻഡ് ചെയിൻ, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ, തേർഡ് വൺ ആൻഡ് ദ ഫോർത്ത് വൺ. എന്നിട്ട് ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ആ 1 പെറ്റൽസിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ ഈ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. ഇനി നമ്മളൊരു സ്ലിപ്പ് സ്റ്റിച്ചാണ് മേക്ക് ചെയ്യുന്നത്. ഈ സെയിം പാറ്റേൺ ആണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. മൊത്തം 5 പെറ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആദ്യം 4 ചെയിൻസ് ഇടുക. ദെൻ 3 അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് ചെയിനിലും 3 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. ദെൻ ഉള്ള എല്ലാ ലൂപ്സിൽ നിന്നും പുൾ ത്രൂ ചെയ്യുക ലാസ്റ്റ്. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഈ സെയിം പാറ്റേൺ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ പെറ്റൽസിനും. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ അഗെയിൻ ആൻഡ് പുൾ ത്രൂ. ലെങ്ത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ദെൻ യാൺ ഓവർ, ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ അഗെയിൻ, സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ, ലാസ്റ്റ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ചെയിനിലോട്ട് ഫസ്റ്റ് അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. യാൺ ഓവർ, പുൾ ത്രൂ ആൻഡ് യാൺ ഓവർ, പുൾ ത്രൂ 2, യാൺ ഓവർ അഗെയിൻ. ഇനി ബാലൻസ് 2 അൺഫിനിഷ്ഡ് ഡബിൾ ക്രോഷറ്റ് ആയിരിക്കും നമ്മളിവിടെ ചെയ്യുന്നത്. യാൺ ഓവർ, ദെൻ എല്ലാ ലൂപ്പിൽ കൂടെയും നമ്മൾ പുൾ ത്രൂ ചെയ്യുക. ചെയിൻ 4 ആണ് ചെയ്യുന്നത്. യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, സെക്കൻഡ് ചെയിൻ, യാൺ ഓവർ, പുൾ ത്രൂ, തേർഡ് ചെയിൻ ആൻഡ് ഫോർത്ത് ചെയിൻ. ദെൻ നമ്മൾ ചെയ്ത അതിൻ്റെ അകത്ത് തന്നെ ആ ചെയിനിലോട്ട് തന്നെ നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നത്. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക.
ദെൻ 4 ചെയിൻസ് മേക്ക് ചെയ്യുക. ചെയിനിലോട്ട് 3 അൺഫിനിഷ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് വീണ്ടും 3 അൺഫിനിഷ് ഡബിൾ ക്രോഷറ്റ് ചെയ്യുക. ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറയാം. ദെൻ യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുട്ട് ത്രൂ ചെയ്യുക. എഗെയിൻ യാൺ ഓവർ സെയിം സ്റ്റിച്ചിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുട്ട് ത്രൂ. ലെങ്ത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുട്ട് ത്രൂ ചെയ്യുക. നമ്മൾ സെക്കൻഡ് അൺഫിനിഷ്ഡ് ആണ്, ഇത് നമ്മൾ ലാസ്റ്റത്തെ അൺഫിനിഷ്ഡ് ആണ് ചെയ്യുന്നത്. യാൺ ഓവർ 2 ലൂപ്പിൽ കൂടെ പുട്ട് ത്രൂ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിലോട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുട്ട് ത്രൂ. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ പുട്ട് ത്രൂ ചെയ്യുക. യാൺ ഓവർ അഗെയിൻ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുട്ട് ത്രൂ. ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുട്ട് ത്രൂ ചെയ്യുക. ആൻഡ് എല്ലാ ലൂപ്സിൽ കൂടെയും പുട്ട് ത്രൂ ചെയ്യുക. ലാസ്റ്റ് ചെയിൻ 4 മേക്ക് ചെയ്യുക. ദെൻ അതിൻ്റെ സെൻറ്ററിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ലാസ്റ്റ് പെറ്റൽ നമ്മൾ 4 ചെയിൻ ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. യാൺ ഓവർ അഗൈൻ ആൻഡ് പുൾ ത്രൂ. ദെൻ ആ സെൻറ്ററിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ദെൻ യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ. ലെഫ്റ്റ് സൈഡ് ലൂപ്പിന് റൈറ്റ് സൈഡ് ലൂപ്പിലോട്ട് പുൾ ത്രൂ ചെയ്യുക. ദെൻ നമ്മൾ ടൈറ്റൻ ചെയ്യുക. ഒരു ലോങ് ടെയിൽ ഇട്ടേക്കുക. എന്നിട്ട് അത് ഫാസൺ ഓഫ് ചെയ്യുക. ലോങ് ടെയിലിന് പുള്ള് ചെയ്യുക. അപ്പോൾ അതങ്ങ് വന്നോളും. ഇത് 2 ടെയിൽ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ടെയിൽസാണ്. എന്നിട്ട് അതൊന്ന് പുള്ള് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ പഫൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. നമുക്കതിൻ്റെ മിഡിൽ പാർട്ട് മേക്ക് ചെയ്യാം. വൈറ്റ് കളർ യാൺ എടുക്കുക. ലെഫ്റ്റ് ഹാൻഡിൽ 2 ഫിംഗേഴ്സ് യാണിൻ്റെ അണ്ടറിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക. ദെൻ ആ 2 ഫിംഗേഴ്സിൻ്റെയും സെൻറ്ററിലോട്ട് ആ ഷോർട്ട് ടെയിലങ്ങ് വെച്ച് കൊടുക്കുക. ദെൻ തം ഫിംഗറും മിഡിൽ ഫിംഗറും യൂസ് ചെയ്ത് അത് പിടിച്ചിട്ട് ആ ലോങ് ടെയിലിനെ പുള്ള് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സ്ലിപ്പ് നോഡ് കിട്ടും. അങ്ങനെ നമ്മൾ 3 ചെയിൻസാണ് മേക്ക് ചെയ്യുന്നത്. ആ ഷോർട്ട് ടെയിൽ ജസ്റ്റ് ഇങ്ങനെ പുള്ള് ചെയ്താൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആ ചെയിൻ ചെറുതാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഫസ്റ്റ് ചെയിന് ഇതിൽ നമ്മൾ ടൈറ്റ് ആക്കുകയല്ല ചെയ്യുന്നത്. ലൂസ് ഫസ്റ്റ് ചെയിനാണ് മേക്ക് ചെയ്യുന്നത്. യാൺ ഓവർ പുൾ ത്രൂ ചെയ്യുക. നമ്മുടെ സെക്കൻഡ് ചെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. നമ്മുടെ തേർഡ് ചെയിനാണ്. ദെൻ നമ്മുടെ ഫസ്റ്റ് ചെയിനിലോട്ട് 3 അൺഫിനിഷ് ഡബിൾ ക്രോഷറ്റ് മേക്ക് ചെയ്യുക. യാൺ ഓവർ ഫസ്റ്റ് ചെയിനിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ.
ആ ലെങ്ത് കറക്റ്റായിട്ട് ഇതാക്കുക. yarn over ആൻഡ് ഫസ്റ്റ് 2 ലൂപ്പിൽ കൂടെ മാത്രം പുൾ ത്രൂ ചെയ്യുക. yarn over again, ഫസ്റ്റ് സെയിം ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. yarn over ആൻഡ് പുൾ ത്രൂ, ഫസ്റ്റ് 2 ലൂപ്പ് മാത്രം പുൾ ത്രൂ ചെയ്യുക. yarn over again, ഇൻസേർട്ട് ചെയ്യുക ഫസ്റ്റ് ചെയിനിലോട്ട്. ഇതാണ് ഫസ്റ്റ് ചെയിന് നല്ല ടൈറ്റ് ആക്കരുത് എന്ന് പറഞ്ഞത്. ദെൻ yarn over ചെയ്യുക, ബാലൻസ് ഉള്ള എല്ലാ ലൂപ്പിൽ കൂടെയും പുൾ ത്രൂ ചെയ്യുക. ദെൻ നമ്മൾ ഫസ്റ്റ് ചെയിനിലോട്ട് മീൻസ് സെയിം ചെയിനിലോട്ട് തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുകയാണ്. ഇൻസേർട്ട് ചെയ്യുക, yarn over ആൻഡ് പുൾ ത്രൂ. നമ്മുടെ ലെഫ്റ്റ് ലൂപ്പിന് റൈറ്റ് ലൂപ്പിലോട്ട് പുൾ ത്രൂ ചെയ്യുക. ദെൻ നല്ലതുപോലെ ടൈറ്റൺ ചെയ്യുക. കുറച്ച് ലോങ് ടെയില് ഇതാക്കിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്യുക. നമ്മൾ ആ മിഡിൽ പാർട്ടും ഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ട് ചെയ്ത് വെക്കാനാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗം ഒട്ടിച്ച് വെക്കാം. ഞാനിവിടെ തച്ചാണ് വെക്കുന്നത്. നമ്മൾ ടോണിങ് നീഡിൽ എടുക്കുക, അതിൽ ഒരു 1 ടെയിലിൻ്റെ എടുത്തിട്ട് ആ ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു സെൻറ്ററിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ആ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. എങ്ങനെയാണോ നീഡിലും ത്രെഡും യൂസ് ചെയ്യുന്നത് അതേ സെയിം ടെക്നിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതേ സെയിം കണക്ക് രണ്ടാമത്തെ ടെയിലൻറ്റും കൂടെ ഇതേ കണക്കൊരു റാൻഡം മിഡിൽ പാർട്ടിൽ ഇൻസേർട്ട് ചെയ്യുക. ഈ 2 വീവൻ ചെയ്ത ടെയിലൻറ്റും കൂടെ ബാക്കി വെച്ചൊരു ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലവറിൻ്റെ ടെയിലൻറ്റും ഇതേ കണക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് റാൻഡം സ്റ്റിച്ചേഴ്സ് ചൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോടെ ഇൻസേർട്ട് ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്താൽ മതി. ഞാനിവിടെ റാൻഡം സ്റ്റിച്ചസാണ് എടുക്കുന്നത്. ഇതൊരു ഈസി ട്യൂട്ടോറിയലാണ്. ക്രോഷറ്റ് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോജക്റ്റാണിത്. ഒരു 1 hour 1.5 hour കൊണ്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഡബിൾ ക്രോഷറ്റും മാജിക് റിങ്ങും എല്ലാം കറക്റ്റായിട്ട് ഇത് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാനും പറ്റും. ഇനി ഇത് നമുക്ക് ഹെയർ ക്ലിപ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിറേഴ്സിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.